everyone, welcome back to my YouTube channel. ഞാനിപ്പോഴത് വല്യമ്മയുടെ വീട്ടിലാട്ടോ. അപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഞാൻ സാറ്റർഡേ സൺഡേയുടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം അമ്മമ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ ശനിയാഴ്ച ഓൾമോസ്റ്റ് വരാൻ നോക്കാറുണ്ട്. അപ്പോൾ ഈ സാറ്റർഡേ ഇന്നലെ നൈറ്റ് ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. നമുക്ക് സൺഡേ മോർണിംഗ് ആണ്. മോർണിംഗ് പറഞ്ഞാൽ 10:30 ആയി ഞാൻ എണീക്കുമ്പോൾ. ഇപ്പോൾ ഫ്രഷൊക്കെ ആയി. ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ രാവിലെ തന്നെ പുറത്ത് കൊപ്പരയൊക്കെ ഉണക്കാട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്തപ്പോൾ ഞങ്ങളെല്ലാവരും പോയി കൊപ്പരയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പം എണീറ്റു ഇനി താഴോട്ട് പോട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് ഒന്നുകൂടി സ്വാഗതം. ഗൈസ്, ഇത് അമ്മേച്ചിയുടെ റൂമാട്ടോ. വലിയമ്മയുടെ മൂത്ത മോളുടെ റൂമാണ്. അപ്പോൾ ഈ ഫോട്ടോ ഇതാണ് അമ്മേച്ചിയുടെ ബർത്ത്ഡേറ്റരും. പിന്നെ ഇത് അമ്മേച്ചിയുടെ ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാട്ടോ. ഡ്രസ്സിനെ കാണാൻ വേണ്ടിയിട്ട് താഴെ പോയി ബാക്കി വിശേഷം കേൾക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ചിന്നേച്ചിയുടെ ഹസ്ബൻഡ് വരികയാണ്. അപ്പോൾ ബാബു ഇവിടെ എന്താണ് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉച്ചത്തെ സ്പെഷ്യൽ നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ ഉണ്ടോ? ചിലപ്പോൾ ചിക്കൻ ഫ്രൈയും ഉണ്ടാവും. അത് കുഴപ്പമില്ല. അമ്മ എന്താണ് ചെയ്യുന്നത്? എന്താ ചെയ്യണമെന്നല്ലേ ചോദിച്ചുള്ളൂ. അമ്മയുടെ സ്കിറ്റ് എവിടെയൊക്കെയോ വൈറലായിന്ന് കേട്ടു. ശരിയാണോ? എന്താണ് പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ? എന്താ പറയാനുള്ളത്? ഭാവിയിൽ ചിലപ്പോൾ ഒരു ഫിലിം ആക്ട്രസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഉണ്ടാ? ആരാ പറഞ്ഞേ? സ്വന്തമായിട്ട് പറഞ്ഞതാ? പിന്നെ നമ്മളൊരു ക്യുക്കുംബറൊക്കെ കട്ട് ചെയ്ത് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ ക്യുക്കുംബറും പിന്നെ ഫ്രൂട്ട്സ്, ആൽമണ്ട്സൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ നെയ്ച്ചോറിൽ ഗാർണിഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സവാള ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷിഗിലേട്ടൻ വന്നത്. ആ വൈറ്റ് ഷർട്ട് ഇട്ട് കേട്ടോ ഷിഗിലേട്ടൻ, ജിഞ്ഞിച്ചിയുടെ ഹസ്ബൻഡ്. വന്നിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് നിന്നിട്ടാട്ടോ പോയത്. വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ ഒരു ടാറ്റയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഷിഗിലേട്ടൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് അടിക്കിയ ശേഷം ഫാൽക്കൺ മാളിൽ പോകാട്ടോ. അതിരടി ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ അച്ഛനും നിരഞ്ജനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണയും ഞാനും ബാഗും മാത്രം കേട്ടോ. കഴിഞ്ഞ വട്ടം ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിറങ്ങി വിളിച്ച് ഞങ്ങളെ മോളിൽ കൊണ്ടുപോയി വിട്ടു കേട്ടോ. മോള് നല്ല അടിപൊളി മോളാട്ടോ. പിന്നെ ഇവിടെ നല്ല ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, പർപ്പിളിൻ്റെ സ്റ്റോറുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഇത്തവണയും നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് സിനിമ കാണത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വേഗം തന്നെ തിയേറ്ററിൽ കയറി. ഇത്തവണ നമ്മൾ ചീസ് പോപ്കോണും കോഫിയും നഗറ്റ്സും ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നഗറ്റ്സ് നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് അവർ കുറച്ച് കഴിയുമ്പോൾ എത്തിച്ചേരാം കേട്ടോ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ പിടിച്ച് ഉള്ളിലോട്ട് കയറി സിനിമ കണ്ടു. എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ സിനിമ. കുറേ കോമഡിയൊക്കെ ഉണ്ട്. എന്നാലും എന്തോ ഒരു കഥ ഇല്ലാത്തൊരു ഫിലിം പോലെയൊക്കെ തോന്നി. എന്തിനോ വേണ്ടി എന്തൊക്കെയോ കഥ ഉണ്ടാക്കിയ പോലെ എനിക്ക് തോന്നി. എനിക്ക് ഫീൽ ചെയ്താട്ടോ അങ്ങനെ. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ അവിടെ പോയി കിഡ്സ് പ്ലേ ഏരിയയിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. പിന്നെ ഡ്രസ്സിൻ്റെ കടയിലൊക്കെ ഒന്ന് കയറി കേട്ടോ. ഒന്നും വാങ്ങിയൊന്നുമില്ല. തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ അവിടെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചു. അമ്മയാണെങ്കിൽ അമ്മമ്മയ്ക്ക് വീഡിയോ കോൾ എങ്ങനെയാണ് വാട്സപ്പിൽ ചെയ്യാമെന്ന് പഠിപ്പിച്ച് കൊടുക്കായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് നമ്മൾ കുറേ വട്ടം പഠിപ്പിച്ച് കൊടുത്തുള്ളതാണ്, എന്നാലും മറന്നു കേട്ടോ. അതുകൊണ്ട് മറക്കാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആരെയിലൊക്കെ വിളിച്ച് നോക്കാനൊക്കെ അമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ. പോണ വഴിക്ക് എനിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കുന്നംകുളത്തുള്ളൊരു ഷോപ്പിൽ കയറി അങ്ങനെ 1-2 ചെരുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്ര എളുപ്പത്തെ വീഡിയോ, കുഞ്ഞു വീഡിയോ ആയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ടാറ്റാ.